നമസ്കാരം. ക്ഷേത്രോത്സവത്തിലെ സംഗീത പരിപാടിയിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതിൽ നന്ദഗോവിന്ദം ഭജൻസിന് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഹിന്ദു ഐക്യവേദി അധ്യക്ഷ കെ.പി. ശശികല അടക്കമുള്ളവർ എതിർപ്പുമായി രംഗത്ത് വന്നതോടെയാണ് ക്ഷേത്രം പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വന്നത്. നന്ദഗോവിന്ദം ഭജൻസ് ക്ഷേത്രത്തിന് വേണ്ടി ഫ്രീ ആയിട്ട് നടത്തിയ പ്രോഗ്രാമായിരുന്നു. അത് കുറച്ചുപേർ വളരെയധികം വിവാദത്തിൽ എത്തിച്ചിരിക്കുകയാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ക്ഷേത്രോത്സവത്തിനിടെ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ച നന്ദഗോവിന്ദം ഭജൻസിനെതിരെ ഹിന്ദു ഐക്യവേദി അധ്യക്ഷ കെ.പി. ശശികലയാണ് വിമർശനവുമായി രംഗത്തെത്തിയത്. കോട്ടയം വേമ്പിൻകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടയിൽ ഈ പരദേവനഹോ എന്ന ഗാനം ആലപിച്ചതിനാണ് വിമർശനം. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷേ പായസത്തിലിടരുത്, ഒരു വീട്ടമ്മയുടെ ഉപദേശമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശശികലയുടെ പരിഹാസം. അതേസമയം ക്ഷേത്ര ഭാരവാഹികളുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അതും പ്രത്യേകിച്ച് ക്ഷേത്രത്തെ സംബന്ധിച്ചാകുമ്പോൾ. നന്ദഗോവിന്ദം ഭജൻസ് കഴിഞ്ഞ 14-ാം തീയതി ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ക്ഷേത്ര പുനർനിർമ്മാണം നടക്കുന്നത് കൊണ്ടും അതിനൊരു പ്രചരണം എന്ന രീതിയിൽ നന്ദഗോവിന്ദം ഭജൻസ് ഫ്രീ ആയിട്ട് ക്ഷേത്രത്തിന് വേണ്ടി നടത്തിയ പ്രോഗ്രാമാണത്. അത് കുറച്ച് പേർ വളരെയധികം വിവാദത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, ഒന്നാമതായി ഈ പ്രോഗ്രാം നടന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തല്ല. അതിനുള്ളിൽ സ്ഥലമില്ലാതിരുന്നത് കൊണ്ട് വെളിയിലൊരു സ്ഥലം അതിനുവേണ്ടി ഒരുക്കിയെടുക്കുകയാണ് ചെയ്തത്. തന്നെയുമല്ല, ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും, അതിന് ഇന്ന മതം എന്നൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചാണ് ഈ പ്രോഗ്രാം നടത്തിയത്. നന്ദഗോവിന്ദത്തിൻ്റെ സ്വന്തം തട്ടകം. അവർ വളർന്നത് ഇവിടെ നിന്നാണ്. നവീൻ LKG മുതൽ പഠിച്ചത് ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്. പഠിപ്പിച്ചത് എല്ലാ വിഭാഗത്തിലുള്ള ടീച്ചർമാരുമുണ്ട്. അതിനാൽ തന്നെ പ്രോഗ്രാം കേൾക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ സഹകരിച്ചിരുന്നു. ജനബാഹുല്യം കണക്കിലെടുത്ത് ഫ്രീ പാസോട് കൂടിയാണ് പ്രോഗ്രാം കൺട്രോൾ ചെയ്തത്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും പ്രോഗ്രാം കാണുന്നതിനും കേൾക്കുന്നതിനും ജാതി മതഭേദമന്യേ പാസുകൾ വീട്ടിലെത്തിച്ചിരുന്നു. എല്ലാവരും വരികയും പ്രോഗ്രാം കേൾക്കുകയും ചെയ്തു. ഈ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ മതസ്ഥരും സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ ദേശവിളക്കിന് നമ്മൾ വിളക്ക് കത്തിക്കുന്നതോടൊപ്പം ക്രിസ്ത്യാനികളും തിരിതെളിക്കാറുണ്ട്. താലപ്പൊലി കടന്നു പോകുമ്പോൾ അവർ വഴിയരികിൽ തിരിതെളിക്കുന്നതും എല്ലാ വർഷവും നടക്കുന്നതാണ്. അതാണ് ഈ നാട്ടിലെ സമ്പ്രദായവും. ഈ നാട്ടിലെ ഏകതയും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലൊരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ നവീനെ പഠിപ്പിച്ച അധ്യാപകരും അവരുടെ സുഹൃത്തുക്കളും സഹപാഠികളും അവരുടെ വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഗാനം പാടുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും കണ്ടില്ല. അതൊരു വലിയ അപരാധമാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു ദേശത്തെ ഇത്തരത്തിലുള്ളൊരു വിവാദം ഇളക്കിവിട്ട് നിലവിലുള്ള സൗഹാർദ്ദത്തെ എല്ലാവരും കൂടി തകർക്കരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികളുടെ പ്രസ്താവന. എന്നാലും ആരുടെ വിശ്വാസങ്ങളെ വികാരങ്ങളെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഒരിക്കലും ഉണ്ടായിരുന്നുള്ളത് ആരെങ്കിലും അസ്വസ്ഥരാക്കിയെന്നുണ്ടെങ്കിൽ ആ വികാരത്തെ മാനിക്കുന്നുവെന്നും നന്ദഗോവിന്ദം ഭജൻസ് സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. നന്ദഗോവിന്ദം എപ്പോഴും ഭക്തി, ഐക്യം, സംഗീതത്തിലൂടെ ആളുകൾ ഒന്നാകുന്ന ആത്മാവ് എന്നിവയ്ക്കായി നിലകൊണ്ടതാണ്. അത് മാറിയിട്ടില്ല. സംഗീതം നന്ദിയും ആദരവും ബന്ധവും പ്രകടിപ്പിക്കാൻ കഴിയുന്നൊരു ശക്തിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായിരുന്നു നിമിഷത്തിന് പിന്നുള്ള ഏക ചിന്തയെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ നടത്തിയ ഒരു പരിപാടിക്കിടെ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടിപ്പോയി എന്നതിൻ്റെ പേരിൽ ഒരു ഗാനഭജന ട്രൂപ്പിനെ ആകമാനം സൈബർ ആക്രമണത്തിന് ഇരയാക്കുന്ന സാഹചര്യമുണ്ടത് എന്തായാലും സാംസ്കാരികളും ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കേണ്ടത് തന്നെയാണ്.